നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഒക്ടോബർ 15 ശനി 2025 വാർത്തകളിലേക്ക്. പേരാമ്പ്രയിൽ UDF CPM പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെന്ന് റിപ്പോർട്ടുകൾ. ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഷാഫിക്ക് 5 ദിവസത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പേരാമ്പ്ര CKGM കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന് തുടർച്ചയായി UDF DYFI നടത്തിയ പ്രകടനത്തിനിടെയാണ് പേരാമ്പ്ര ടൗണിൽ സംഘർഷമുണ്ടായത്. ഷാഫിയെ കൂടാതെ ലാത്തിച്ചാർജിൽ നിരവധി UDF പ്രവർത്തകർക്കും പരിക്കേറ്റു. CPM UDF പ്രവർത്തകർ മുഖാമുഖം വന്നതോടെയാണ് പോലീസ് ലാത്തി വീശിയത്. ഷാഫിയെ മർദ്ദിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ രാത്രി വൈകിയും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. വാർത്തകൾ വിശദമായി. ഷാഫി പറമ്പിൽ MP ആക്രമിച്ചത് CPM ക്രിമിനലുകളും CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലീസും ചേർന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM-ന് വേണ്ടി ലാത്തിയെടുത്ത് പോലീസിലെ ക്രിമിനലുകൾ ശമ്പളം വാങ്ങുന്നത് AK സെന്ററിൽ നിന്നല്ലെന്ന് ഓർക്കണമെന്നും ഷാഫി പറമ്പിലിനെയും നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാമെന്ന് സർക്കാരും കരുതേണ്ടെന്നും VD സതീശൻ ഓർമ്മിപ്പിച്ചു. സ്വർണ്ണക്കവർച്ചയും സ്വർണ്ണക്കടത്തും ഖജനാവ് കൊള്ളയടിക്കലുമാണ് ഭരണമെന്ന് കരുതുന്ന സർക്കാരിന്റെ അവസാനമാണിതെന്ന് മറക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. പോലീസിന്റേത് നരനായട്ടെന്ന് MK രാഘവൻ പ്രതികരിച്ചു. പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്ന് രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിൽ MPക്കെതിരെ നടന്നത് ആക്രമണമെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിലിന്റെ ചിത്രം പങ്കുവച്ചാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അയ്യന്റെ സ്വർണം കട്ടത് മറയ്ക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്രയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റത് പോലീസ് ലാത്തിചാർജ് അല്ലെന്ന് കോഴിക്കോട് റൂറൽ SP പോലീസ് പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്നും നിയമവിരുദ്ധമായി സംഘം ചേർന്നവരെ പിരിച്ചുവിടാൻ കണ്ണീർവാദം പ്രയോഗിക്കുകയാണ് ചെയ്തതെന്നും കണ്ണീർവാദം പ്രയോഗിച്ചപ്പോഴുണ്ടായ സമ്മർദ്ദത്തിലാകാം ഷാഫിക്ക് പരിക്കേറ്റതെന്നും SP പറഞ്ഞു. CPM ഓഫീസിന് മുന്നിലൂടെ പ്രകടനം നടത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ക്രമസമാധാന സാഹചര്യം വിലയിരുത്തി നിഷേധിക്കുകയാണ് ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. പേരാമ്പ്രയിൽ UDF CPM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിക്കാനൊരുങ്ങി കോൺഗ്രസ്. ഇന്ന് ബ്ലോക്ക് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോഴിക്കോട് നഗരത്തിൽ UDF പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഗൂഢസംഘം 10 കെട്ടുന്നു തുടർക്കൊള്ളയ്ക്കെന്ന് റിപ്പോർട്ടുകൾ. വാതിലിലും കട്ടളപ്പടിയിലും ഉള്ള സ്വർണ്ണമാണ് സംഘം ആദ്യം ഉരുക്കിയെടുത്തത്. തട്ടിപ്പിന്റെ സാധ്യത കണ്ടെത്തിയോടെ ദ്വാരപാലക ശില്പത്തിലും ക്ഷേത്രത്തിലും ഒരു ഭാഗത്തുണ്ടായിരുന്ന പാളുകൾ കൊണ്ടുപോയി. പാളി മാറ്റി സ്വർണം പൂശുന്നത് കുറച്ച് സ്വർണം മതി. സ്വർണം പൂശിയത് കുറച്ചുകാലം കഴിയുമ്പോൾ മങ്ങും. ഇത് വീണ്ടും അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഇളക്കിക്കൊണ്ടു പോകാം. ഇടയ്ക്കിടയ്ക്ക് സ്വർണം പൂശുന്നുള്ള സ്പോൺസർഷിപ്പിനെന്ന പേരിൽ വൻതോതിൽ പണപ്പിരിവ് നടത്താനുള്ള അവസരവും ലഭിക്കും. ക്ഷേത്രത്തിൽ വച്ചിരുന്ന പാളികൾ വൻ വിലയ്ക്ക് മറച്ചു വിറ്റിട്ടുണ്ടെന്ന സംശയവും ഉയരുന്നുണ്ട്. കേരളത്തിന് തീരദേശ സുരക്ഷയ്ക്കായി പ്രത്യേക മറൈൻ റിസർവ് ബറ്റാലിയന് അനുമതി നൽകുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശ സുരക്ഷ, ആഴക്കടലിലൂടെ നിരോധിത വസ്തുക്കൾ കൊണ്ടുപോകുന്ന പിടികൂടൽ തുടങ്ങിയവയിൽ വൈദഗ്ധ്യമുള്ള പ്രത്യേക ഇന്ത്യൻ റിസർവ് ബറ്റാലിയനാണ് കേന്ദ്രം ഉറപ്പു നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം കാണാതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന് ഹൈക്കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപേഷ് എന്ന വ്യക്തിക്കാണ് സ്വർണ്ണപ്പാളി കൈമാറിയതെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധ ബയോമെട്രിക് പുതുക്കൽ സൗജന്യമാക്കി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. നേരത്തെ 5 മുതൽ 7 വരെയും 15 മുതൽ 17 വയസ്സ് വരെയുള്ളവർക്കുമുള്ള നിർബന്ധ പുതുക്കൽ മാത്രമാണ് സൗജന്യമായി ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ നിർദ്ദേശമനുസരിച്ച് 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒരു നിശ്ചിത കാലാവധി വരെ ഈ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തള്ളി BJP സംസ്ഥാന കമ്മിറ്റി അംഗം ദേവൻ. ശബരിമല വിവാദം വഴിതിരിച്ചുവിടാനാണ് സിനിമാ താരങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതെന്നാണ് തെറ്റായ വാദമെന്നും അങ്ങനെ ചിന്തിക്കുന്നത് നോൺസെൻസ് ആണെന്നും ദേവൻ പറഞ്ഞു. ശബരിമല വിവാദം വഴിതിരിച്ചുവിടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുമെന്ന് തോന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും ദേവൻ അഭിപ്രായപ്പെട്ടു. പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണിക്കേഷൻ പരിപാടി നാളെ സംസ്ഥാനം നടക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. കൊച്ചി തീരത്ത് മുങ്ങിയ MS എൽസ 3 കപ്പലിലെ ഇന്ധനം പൂർണ്ണമായി നീക്കം ചെയ്യുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ അറിയിച്ചു. ഹോട്ട് ടാപ്പിംഗിനിടെയാണ് കപ്പലിലെ ഇന്ധനം പൂർണ്ണമായും നീക്കം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. നിയമസഭയിൽ നടക്കുന്നത് ഗുസ്തി മത്സരമല്ലെന്നും CPM പോലുള്ള പാർട്ടി എത്ര പിന്തുണപ്പനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും PK ഫിറോസ് പറഞ്ഞു.
പെരിങ്ങമല ഇക്ബാൽ കോളേജ് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. വിതുര സ്റ്റേഷനിലെ CPO വിജിത്തിനാണ് നെറ്റിയിലെ പരിക്കേറ്റത്. കോളേജിലെ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനത്തിന് മുൻപ് SFIയും KSUവും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പിന്നാലെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. SFIയും KSUവും പരസ്പരം എറിഞ്ഞ കമ്പ് കൊണ്ടാണ് പോലീസുകാരന് പരിക്കേറ്റത്. സമുദായത്തിന് വേണ്ടി വാദിക്കുന്ന വർഗീയതയാണെങ്കിൽ താൻ വർഗീയവാദിയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ADGP MR അജിത് കുമാറിന് പുതിയ പദവി. എക്സൈസ് കമ്മീഷണർ അജിത് കുമാറിന് വെബ്കോയുടെ ചെയർമാന്റെ അധിക ചുമതല നൽകി ഉത്തരവിറക്കി. യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ കീഹോൾ വഴി പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയം. കീഹോൾ ശസ്ത്രക്രിയ 2 തവണ പരാജയപ്പെട്ടു. കീഹോൾ വഴി ഗൈഡ് വയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇതോടെ ഗൈഡ് വയർ പുറത്തെടുക്കാൻ മേജർ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ജീവനക്കാരൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തകൽ വിദ്വാൻ മധുവാണ് കൈഞ്ഞിരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പാലക്കാട് വാണിയംകുളത്ത് DYFI മുൻ മേഖലാ ഭാരവാഹി വിനേഷിനെ ആക്രമിച്ചത് കൃത്യമായ ആസൂത്രിതമാണെന്ന് പോലീസ്. വാണിയംകുളത്തെ DYFI ആക്രമണ കേസിൽ വിനേഷിനെ മർദ്ദിച്ച DYFI നേതാക്കളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ തളിപ്പറമ്പിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 50 കോടിയുടെ നാശനഷ്ടമുണ്ടായി വിലയിരുത്തലുകൾ. കുടുംബശ്രീയും രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനിയുമായ റിലയൻസ് ജിയോയുമായി കൈതോർത്ത് 10,000 വനിതകൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നും മന്ത്രി MP രാജേഷ്. കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടുകൾ. ഹാലിന് പിന്നാലെ മലയാള സിനിമയുടെ പ്രൈവറ്റിനും സെൻസർ ബോർഡിന്റെ വെട്ട് കിട്ടിയെന്ന് റിപ്പോർട്ടുകൾ. മലപ്പുറം കാടാമ്പുഴയിൽ 13കാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ സഹപാഠിയുടെ പിതാവ് അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ കമ്പത്ത് ജോലിക്കെത്തിയ തൊഴിലാളിയെ ചുറ്റികയക്കടിച്ചു കൊലപ്പെടുത്തി. 44കാരനായ തൃശൂർ സ്വദേശി മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത്. മദ്യപാനത്തിനിടെ തർക്കമാണ് ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട SIT അന്വേഷണത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതി ഉത്തരവ് പറയാനായി മാറ്റി. അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ പ്രശ്നം ഒരു രാജ്യത്തിനും എതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യക്ക് ഉറപ്പ് നൽകി. കാബൂൾ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ മിഷനെ ഇന്ത്യൻ എംബസി പദവിയിലേക്ക് ഉയർത്താൻ ധാരണ. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ 1-ാം നമ്പർ ശത്രുവെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫ്. കാബൂളിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 30 പേർ കൂടി കൊല്ലപ്പെട്ടു. പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിറകിലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമിക് രാഷ്ട്രീയ പാർട്ടിയായ തെഹ്രിക്-ഇ-ലബായിക്ക് പാകിസ്ഥാൻ ആഹ്വാനം ചെയ്ത് ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധത്തിൽ 2 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതായി ഇസ്രായേൽ സേന. രക്തരക്ഷതമായി 730 ദിനങ്ങൾക്കൊടുവിൽ ഗാസയിൽ ആശ്വാസം. 2 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിന് 64,000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിലേറെയും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. 1 ലക്ഷത്തിലധികം പേർ പരിക്കേറ്റ യുദ്ധത്തിന്റെ ബാക്കിപത്രം തകർന്നടിഞ്ഞ ഗാസ തന്നെയാണ്. ട്രംപിന് നോബൽ സമ്മാനം നൽകാത്തതിന് പുരസ്കാര സമിതിയെ വിമർശിച്ച് വൈറ്റ് ഹൗസ്. പുരസ്കാര സമിതി സമ്മാനത്തെക്കാൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിയെന്നാണ് വൈറ്റ് ഹൗസിന്റെ വിമർശനം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.